നഗരസഭയിൽ UDF-ന് ഭരണം നഷ്ടമായി. ഭരണസ്തംഭനം ആരോപിച്ച് LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ 17 പേർ അനുകൂലിച്ചു. വിപ്പ് ലംഘിച്ച 4 കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെടെയാണ് അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത്. നഗരസഭാ അധ്യക്ഷ ദിയ ബിനു പുളിക്കകണ്ടം ഉൾപ്പെടുന്ന സ്വതന്ത്ര മുന്നണിയിലെ പ്രശ്നങ്ങളാണ് ഭരണനഷ്ടത്തിലേക്ക് എത്തിച്ചത്. പാർട്ടി വിപ്പ് കണ്ടിട്ടില്ലെന്ന് കോൺഗ്രസ് അംഗങ്ങൾ പ്രതികരിച്ചു. ഏകപക്ഷീയമായ അനുകൂല പ്രമേയങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിശ്വാസം ഡിവൈഎഫ്ഐക്ക് ആ സ്ഥലം വിട്ടുകൊടുക്കുന്നത്. അപ്പം UDF-ന്റെ നിയോജക ചെയർമാനെ ഇവർ അവിശ്വസിക്കുകയല്ലേ ചെയ്ത്. അതുപോലെ തന്നെ UDF ഇവരെന്നു മുതലാണ് UDF-ലായത്. ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച വാർഡിൽ കോൺഗ്രസ് അവിടെ ആരും ഇല്ലാതിരുന്നിട്ട് സമയത്ത് കോൺഗ്രസ്സുകാർ വീട് കയറിയാണ് അന്ന് അവിടെ ഒരു മൊണാസ്ട്രി വാർഡിൽ ഞാൻ സഹിതം വീട് കയറിയാണ് 2 ബൂത്തിൽ ചുമതല ഏറ്റെടുത്തുകൊണ്ട് വീട് കയറിയാണ് ജയിപ്പിച്ചത്. അന്ന് ജയിപ്പിച്ചപ്പോ ഫ്രാൻസിസ് ജോർജ് MP അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞു അവിശ്വാസം. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ പാലാ നഗരസഭയിൽ കൈവിട്ട കളികളായിരുന്നു. ഇപ്പോൾ ഭരണം കൂടി കൈവിട്ടിരിക്കുകയാണ്. അപ്പോൾ വിപ്പ് കണ്ടിട്ടില്ല എന്നുള്ള വാദം ഈ അംഗങ്ങൾക്ക് ഇനി രക്ഷയാകുമോ? സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതികരണമുണ്ടോ? ഹലോ ആഷിഖ്, കേൾക്കാമോ? അപ്പോൾ പാലാ നഗരസഭയിൽ UDF-ന് ഭരണം നഷ്ടമായിട്ടുണ്ട്. 17 പേർ LDF കൊണ്ടുവന്ന അവിശ്വാസത്തെ പിന്തുണച്ചു. 5 UDF കൗൺസിലർമാർ കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വിപ്പ് ലംഘിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അംഗങ്ങൾ അടക്കമുള്ള കൗൺസിലർമാരുടെ ഈ നീക്കം. അതുവരെ ആഷിഖ്, അങ്ങനെ കൈവിട്ട കളിയായിരുന്നു പാലായിൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും ഭരണം കൂടി നഷ്ടമായിരിക്കുന്നു. വിപ്പ് കണ്ടിട്ടില്ല എന്ന അംഗങ്ങളുടെ വാദം ഇനി മുഖവിലേക്ക് എടുക്കാൻ സാധിക്കുമോ എന്നറിയില്ല. എന്തായാലും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? ഇനി പാലാ നഗരസഭയിൽ എന്ത്? അത് തന്നെയാണ്. പാലാ നഗരസഭയിലെ കൈവിട്ട കളികളെല്ലാം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം കോൺഗ്രസ് കൌൺസിലർമാരുടെ കൂടെ പിന്തുണയോടുകൂടി പാസ്സായിരിക്കുന്നു. ഈ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത 17 കൌൺസിലർമാരും ഈ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതിൽ വോട്ട് ചെയ്തതിൽ ഒരു സ്വതന്ത്ര അംഗം കൂടിയുണ്ട്. അവർ നിലവിലെ വൈസ് ചെയർപേഴ്സൺ കൂടിയാണ്, മായ രാഹുൽ. അവർ തന്നെ നമ്മളൊപ്പം ചേരുകയാണ്. മായ, ഈ അനുകൂലിച്ച് വോട്ട് ചെയ്തത് ഏത് സാഹചര്യത്തിലാണ്? അല്ല, സാഹചര്യവും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്നുള്ളതും എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുപരിയോ അതിന് കൂട്ടിച്ചേർക്കാനോ എനിക്ക് യാതൊന്നുമില്ല. നിങ്ങളും ഒരു കോൺഗ്രസ് മനസ്സുള്ള ആളാണ്, സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ച ആളാണല്ലോ. പക്ഷെ ഒരു കോൺഗ്രസ് കൗൺസിലറായി പരിഗണിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് കൗൺസിലർമാർ പറയുന്നത്. എന്തായാലും അങ്ങനെ കോൺഗ്രസിൽ ഒരു വിശ്വാസം, ഒരു എന്താ പറയാ, ഒരു കോൺഗ്രസ് ചിന്താഗതിയും വേറൊരു പാർട്ടിയും എനിക്കറിയില്ല. കോൺഗ്രസ് തന്നെയാണ് എന്നും. തീർച്ചയായും ഇപ്പോൾ അധികാരത്തിൽ നിന്ന് പുറത്തുപോയ വൈസ് ചെയർപേഴ്സൺ ആണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. ഈ വൈസ് ചെയർപേഴ്സൺ കൂടി അനുകൂലിച്ച് വോട്ട് ചെയ്തുകൊണ്ടാണ് പാലാ നഗരസഭയിൽ അവിശ്വാസ പ്രമേയം പാസ്സായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത 12 LDF കൗൺസിലർമാരെ കൂടാതെ കോൺഗ്രസ് കൗൺസിലർമാർ കൂടി ഈ ചർച്ചയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അവർ ഈ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ വോട്ട് ചെയ്ത ഒരു കോൺഗ്രസ് കൗൺസിലർ തുടർച്ചയായ അതിർത്തിക്കൊടുവിൽ കോൺഗ്രസിന് പാലാ നഗരസഭയിൽ ഭരണം നഷ്ടമായിരിക്കുന്നു എന്നുള്ളത്